ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. കരങ്ങൾ വീശിക്കൊണ്ട് പാടാം. ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെഞ്ചരിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. എല്ലാ തിന്മകളും വിട്ടുപോകട്ടെ. ഈശോയുടെ വലിയ അഭിഷേകത്തിന്റെ നിമിഷമാണിത് പ്രിയപ്പെട്ടവരെ. എല്ലാ അന്ധകാര ശക്തികളും ആലയത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. നമ്മുടെ ദേശത്ത് നിന്ന് വിട്ടുപോകട്ടെ. ഈശോയുടെ തിരുരക്തം തളിച്ച് നമ്മുടെ ആലയത്തെ വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളെ തിരുരക്തം കൊണ്ട് പൊതിയട്ടെ. സാത്താന്റെ സകല തന്ത്രങ്ങൾ നമ്മൾ ഓരോരുത്തരും സുരക്ഷിതരായിരിക്കട്ടെ. സംരക്ഷണം ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, കടന്നു വരണമേ, കടന്നു വരണമേ, കടന്നു വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമുയർത്തി സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയുടെ തിരുമുഖം കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. ഈശോയുടെ തിരുമുഖം കാണുമ്പോൾ നമ്മുടെ മുഖത്തുള്ള, നമ്മുടെ ഹൃദയത്തിലുള്ള ദുഃഖങ്ങളെല്ലാം മാറിപ്പോകും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. ഒരുമിച്ചൊരു പ്രാർത്ഥന ചെല്ലാം. അമ്മേ, അമ്മേ, ഞാൻ പൂർണ്ണമായും നിന്റേതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ആര് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ? വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെ അധരത്തിലും ഹൃദയത്തിലും എപ്പോഴും ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. അത് നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാകണം, നമ്മുടെ അധരത്തിലും ഉണ്ടാകണം. എന്താ പ്രാർത്ഥിച്ചത്? അമ്മേ, ഞാൻ പൂർണ്ണമായും നിൻ്റേതാകും. അപ്പം നമ്മൾ നമ്മളെ തന്നെ അമ്മയ്ക്കങ്ങ് സമർപ്പിക്കുമ്പോൾ പിന്നെ ഒരു കാരണവശാലും സാത്താന് നമ്മുടെ മേൽ അവകാശം ഇല്ല. നമ്മൾ നമ്മളെ ആർക്ക് കൊടുത്തു? അമ്മയ്ക്ക് കൊടുത്തു. പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തു. വലത്തുകരം ഉയർത്തി അത് സന്തോഷത്തോടെ, അതൊരു സന്തോഷമാണെങ്കിൽ ഒന്ന് ചിരിച്ചോണ്ട്, ഈശോയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചോണ്ട് ഒന്ന് പറഞ്ഞേ, ഒന്ന് പ്രാർത്ഥിച്ചേ. പറയുമല്ലോ, ഒന്ന് പ്രാർത്ഥിച്ചേ. അമ്മയെ ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. ജപമാല പ്രാർത്ഥനയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഒക്കെ പഠിപ്പിച്ചതുമായ ഒരു മാർപ്പാപ്പയാണ് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ. കൂടാതെ ദൈവകരുണയുടെ ഒരു വലിയ പ്രവാചകൻ കൂടിയായിരുന്നു വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ. ഒരിക്കൽ ഒരു യുവജന പരിപാടിയിൽ മാർപ്പാപ്പ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യുവജനങ്ങൾ മാർപ്പാപ്പയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെയാണ് ചോദിച്ചത്. മാർപ്പാപ്പ പാറമടയിൽ പണിയെടുത്തുകൊണ്ടിരുന്ന, അങ്ങനെ ഒരു കാലഘട്ടം മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നു അല്ലേ? പാറമടയിൽ പണിയെടുത്തുകൊണ്ടിരുന്ന സമയത്ത് മാർപ്പാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചതുമായ പ്രാർത്ഥന ഏതാണ്?
മാർപ്പാപ്പ എന്താ പറഞ്ഞത്? മാർപ്പാപ്പ ഉറക്കെ പറഞ്ഞു, പ്രിയപ്പെട്ട മക്കളെ, അത് ജപമാലയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും യുവജനങ്ങൾ ചോദിച്ചു, ഈ പാറമടയിൽ നിന്ന് പത്രോസിൻ്റെ സിംഹാസനത്തിലേക്ക് മാർപ്പാപ്പ ഉയർത്തപ്പെട്ടപ്പോൾ മാർപ്പാപ്പയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥന എന്തായിരുന്നു? മാർപ്പാപ്പ പറഞ്ഞു, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എനിക്ക് അപ്പോഴും ഇഷ്ടപ്പെട്ട, ഞാൻ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയായിരുന്നു. പിള്ളേർ വിടാൻ തീരുമാനിച്ചില്ല. വീണ്ടും അവർ ചോദിച്ചു. മാർപ്പാപ്പയ്ക്ക് പാർക്കിൻസൺസ് എന്ന് പറയുന്നൊരു രോഗമുണ്ടായിരുന്നു. ആ രോഗം ഒക്കെ പിടിപെട്ട് വിറയ്ക്കുന്ന കൈകളും കാലുകളുമായിട്ട് ഇരിക്കുമ്പോൾ, ഒരു രോഗിയായിട്ടിരിക്കുമ്പോൾ മാർപ്പാപ്പയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റിയതും ഏറ്റവും പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെട്ടതുമായ പ്രാർത്ഥന ഏതായിരുന്നു? മാർപ്പാപ്പ പറഞ്ഞു, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അത് എനിക്ക് ജപമാലയായിരുന്നു. ഹല്ലേലൂയ. വലത്തുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എത്രമാത്രം പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചിരുന്നു, ജപമാല പ്രാർത്ഥനയെ മാർപ്പാപ്പ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ മാർപ്പാപ്പയ്ക്കൊക്കെ അങ്ങനെ കഴിഞ്ഞെങ്കിൽ, അങ്ങനെ ആവശ്യമായിരുന്നെങ്കിൽ, മാതാവിൻ്റെ മാധ്യസ്ഥം തേടിയുള്ള ഒരു പ്രാർത്ഥന ഈ വലിയ ശക്തനായ പ്രവാചകൻ ആവശ്യമായിരുന്നെങ്കിൽ, തീർത്തും നിസ്സാരരും ബലഹീനരുമൊക്കെ നമുക്ക് എന്തുമാത്രം ഈ പ്രാർത്ഥനയുടെ ആവശ്യകതയുണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ. പറ്റിയല്ലേ? പറ്റുമോ? പറ്റും. ഹല്ലേലൂയ. ഞാൻ കുഞ്ഞുങ്ങളുടെ കൗൺസിലിംഗ് എടുക്കുമ്പോൾ, സ്കൂളുകളിലൊക്കെ പോവുകയും കുട്ടികൾക്ക് വേണ്ടിയുള്ള ധ്യാനമൊക്കെ നടത്തുകയും ചെയ്യുമ്പോൾ ഞാൻ പിള്ളേരോട് ചോദിക്കാറുണ്ട്, വീട്ടിൽ ജപമാല ചെല്ലാറുണ്ടോ? അപ്പോൾ അവർ പറയും ഇല്ലെന്ന് പറയും. പിന്നെ നിങ്ങളെപ്പോലെ പ്രായമായവർ സ്പിരിച്വൽ ഷെയറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ചോദിക്കുമ്പോഴും പറയും, പല കുടുംബങ്ങളിലും കുടുംബനാഥന്മാരും ഒക്കെ പറയും ഇടയ്ക്കൊക്കെ ജപമാല ചെല്ലും, സ്ഥിരമായിട്ട് ജപമാല ചെല്ലാറില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജപമാല മുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണ്? നമ്മുടെ വീടിൻ്റെ വാതിലുകൾ സാത്താന് വേണ്ടിയിട്ട് തുറന്നിട്ട് കൊടുക്കുക. അതോർക്കണം. അന്ന് മുതൽ അവന് നമ്മൾ ഒരു പ്രവേശന കവാടം തുറന്നു കൊടുത്തിട്ട് പിശാചിന് നമ്മളുടെ വീട്ടിൻ്റെ മേൽ, നമ്മുടെ മക്കളുടെ മേൽ, നമ്മുടെ വീട്ടിലെ സകല കാര്യങ്ങളുടെ മേൽ ഒരാധിപത്യം നൽകുകയാണ്. അതുകൊണ്ട് ഒരു ദിവസം പോലും വാതിൽ തുറന്നു കൊടുക്കരുത്. ആർക്ക്? സാത്താന് വാതിൽ തുറന്നു കൊടുക്കരുത്. എപ്പോഴാണ് തുറന്നു കൊടുക്കുന്നതെന്നാ പറഞ്ഞേ? ജപമാല എന്ന് വീട്ടിൽ മുടങ്ങുന്നുണ്ടോ അന്ന് നമ്മൾ സാത്താന് വാതിൽ തുറന്നിട്ട് കൊടുക്കുകയാണ്. അത് നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകണം. വലത്തുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് നോക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 28 മുതലുള്ള വചനം ഇപ്രകാരമാണ്. ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു. ആരാ വന്നു പറഞ്ഞത്? ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ആ വചനം എന്ന് പറഞ്ഞ് ഉറക്കെ പറഞ്ഞേ, ജീവനോടെ പറഞ്ഞേ. എന്നാ പറയുക, സ്വരം പുറത്തോട്ട് വരാത്തത്. എല്ലാവരും പറയുന്നില്ല. എല്ലാവരും പറഞ്ഞാലേ ആ സ്വരം മുഴങ്ങുള്ളൂ. ഒന്നും കൂടെ പറഞ്ഞേ, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം ആരാ കേട്ടത്? മറിയം കേട്ടു. പരിശുദ്ധ അമ്മയോടാണ് പറഞ്ഞത്. അമ്മ അത് കേട്ടു. അപ്പോൾ ഈ വചനം കേട്ടപ്പോൾ അമ്മയ്ക്കുണ്ടായ അവസ്ഥ എന്തായിരുന്നു? അത് തൊട്ട് താഴെ പറയുന്നുണ്ട്. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. നമുക്ക് സാധാരണ വചനം കേൾക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഉണ്ട് അല്ലേ? ചിലപ്പോഴും മിക്കവാറും തന്നെ നമുക്ക് വചനം കേൾക്കുമ്പോൾ സമാധാനം. ഒരിക്കലും ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ എപ്പം വചനം തുറന്നാലും എനിക്ക് ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചുള്ള ഭാഗമാണ് കിട്ടുന്നത്, അതുകൊണ്ട് എനിക്ക് ആകെ അസ്വസ്ഥത, ഞാനിപ്പോൾ വചനം തുറക്കാറില്ലെന്ന് പറഞ്ഞു. ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചുള്ള ഭാഗം കിട്ടുന്നതുകൊണ്ട് ഞാനിപ്പം ബൈബിള് തുറക്കാറില്ല. എൻ്റെ അർത്ഥം ചേച്ചി പറയുന്നത്, എനിക്കെന്തോ സഹനം കർത്താവ് തരാൻ പോകുവാണ്, അതുകൊണ്ട് അത് സ്വീകരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാനിപ്പം ബൈബിൾ തുറക്കാറില്ലെന്ന് പറഞ്ഞു. ഇതുപോലെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ചെറിയൊരു അസ്വസ്ഥത ഉളവാക്കുന്ന, നൊമ്പരം ഉളവാക്കുന്ന, സംശയങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വചനമാണ് അമ്മയ്ക്കും കിട്ടിയത്. എന്തായിരുന്നു ആ വചനം? ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ്
നിന്നോടുകൂടെ. മറിയം എന്ത് ചെയ്തു? ബൈബിൾ അടച്ചു വെച്ചിട്ട് പോവുകയല്ല ചെയ്തത്, ഹെബ്രയേൽ ദൂതനെ ഓടിച്ചു വിടുകയല്ല ചെയ്തത്. പിന്നെ എന്താ ചെയ്തത്? അവൾ ചോദിച്ചു, എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം? അല്ലേ, നല്ല തൻ്റെ ഇടമുള്ള ധൈര്യശാലിയായ ഒരമ്മയാണ്. അമ്മ ദൈവത്തിൻ്റെ ദൂതനെ പറഞ്ഞു വിടാതെ നിർത്തിക്കൊണ്ട് ഒരു ചോദ്യം ചോദിക്കുവാണ്. ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. നമുക്കും നമ്മുടെയും പ്രശ്നം അതാ. വചനം കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും പറയുമ്പോഴും ഒന്നും നമുക്കത് വേണ്ട പോലെ മനസ്സിലാകുന്നില്ല. ഇതുപോലെ അമ്മയ്ക്കും മനസ്സിലായില്ല. പരിശുദ്ധ അമ്മയ്ക്കും മനസ്സിലാകാതിരുന്നപ്പോൾ അമ്മ എന്താ ചെയ്തത്? ചോദിക്കേണ്ടവരോട് തന്നെ ചോദിച്ചു, വേറെ എങ്ങും പോയി ചോദിച്ചില്ല. ചോദിക്കേണ്ടത് ആരായിരുന്നു? പറഞ്ഞത് ആരാണോ അവരാണ് സംശയം നിവാരണം ചെയ്തു തരേണ്ടത്. ആരാ പറഞ്ഞത്? ദൈവദൂതനാ പറഞ്ഞത്. അപ്പം ദൈവദൂതനെ നിർത്തിയിട്ട് മറിയം ചോദിക്കുകയാണ്, ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ത്? അല്ലേ, ബൈബിളില്ലേ അങ്ങനെ? എന്നവൾ ചിന്തിച്ചു. ആ ചിന്ത മറിയത്തിൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത. ദൂതൻ അത് പറയുകയാണ്, അവൾ മറുപടി കൊടുക്കുകയാണ്. ദൂതൻ അവളോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? മറിയത്തിൻ്റെ മനസ്സിലെ ചിന്തകളും അങ്കലാപ്പുകളും ആവലാദികളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ദൂതൻ പറയുകയാണ്, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. എന്ത് കണ്ടെത്തി എന്നാ പറഞ്ഞത്? നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. എന്നിട്ട് തുടർന്ന് പറയുന്നത് എന്താണ്? നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശുവെന്ന് പേരിടണം. അപ്പോൾ കണ്ടോ, വളരെ കൃത്യമായിട്ട് പറയുകയാണ്, മറിയമേ നീ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തി എന്ന് പറയുമ്പോൾ എന്താണ് ഈ കൃപ? എന്താണ് ഈ കൃപ? നീ ദൈവകൃപ നിറഞ്ഞവളെ, ദൈവത്തിൻ്റെ മുൻപിൽ കൃപയുള്ളവളെ, കൃപ കണ്ടെത്തിയവളെ എന്ന് പറയുമ്പോൾ എന്താണ് ഈ കൃപ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവകൃപയിൽ വളരാൻ ആഗ്രഹിക്കുന്നവരെന്ന് കൈപൊക്കിക്ക്. ദൈവകൃപയിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ കണ്ടോ, എല്ലാവരും പെട്ടെന്ന് കൈപൊക്കി. ഇവിടെ കണ്ടോ, രണ്ട് കാര്യമാണ് ദൂതൻ പറയുന്നത്. നീ ഭയപ്പെടേണ്ട, നീ ദൈവത്തിൻ്റെ മുമ്പിൽ കൃപ കണ്ടെത്തിയവളാണ്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ദിവസം എത്ര തവണയാണ് ഈ ദൈവകൃപ നിറഞ്ഞവളെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ബഹുമാനിച്ച് ബഹുമാനിച്ച് മറിയത്തിൻ്റെ മധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ? ഉണ്ടോ? പക്ഷെ നമുക്ക് എന്താണ് മറിയത്തിൽ നിറഞ്ഞിരിക്കുന്ന കൃപ എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ മറിയം എന്ന പദത്തിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാകണം. മറിയം എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം എന്താ? 534 ഭാഷകളിലായിട്ട് ഈ മറിയം എന്ന പദത്തിന് അർത്ഥങ്ങളുണ്ട്. അതിലെ 3 അർത്ഥങ്ങൾ ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുകയാണ്. ഒന്ന്, ദൈവത്തിലേക്ക് ഉയർത്തപ്പെട്ടവൾ. മറിയം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന് ഉറക്കെ പറഞ്ഞു. ദൈവത്തിലേക്ക് ഉയർത്തപ്പെട്ടവൾ. രണ്ടാമത്തെ അർത്ഥം എന്താണെന്നറിയാമോ? എൻ്റെ പ്രിയപ്പെട്ടവൾ. എൻ്റെ പ്രിയപ്പെട്ടവൾ. മൂന്നാമത്തെ അർത്ഥം എന്താണ്? മൂന്നാമത്തെ അർത്ഥം രാജകുമാരി, സ്ത്രീ, നാഥ, സമുദ്രധാരം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട്. ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഈ 534 അർത്ഥം ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അതിനകത്ത് ഹൃദയസ്പർശിയ ചില അർത്ഥങ്ങൾ പറയുകയാണ്. ഒന്ന്, ദൈവത്തിലേക്ക് ഉയർത്തപ്പെട്ടവൾ. 2, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൾ. 3, രാജകുമാരി, സ്ത്രീ, നാഥ, സമുദ്രധാരം. ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ് മറിയം എന്ന നാമത്തിന് നൽകപ്പെടുന്ന അർത്ഥങ്ങൾ. പിന്നെ മറിയത്തിൻ്റെ ജീവിതവുമായിട്ട് വളരെ ആഴമേറിയ ബന്ധമുള്ള 1-2 അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ കയ്പ് കടൽ. മറിയം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം കയ്പ് കടൽ. 2, അതിജീവിച്ചവൾ. 3, പ്രകാശദായിക. നമ്മൾ മറിയത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും മറിയത്തിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവർ ഇത് മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തെ അർത്ഥം എന്താ? മറിയം എന്ന് പറഞ്ഞാൽ കയ്പ് കടൽ. കയ്പ് കടൽ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എന്താ കയ്പ് കടൽ എന്ന് പറഞ്ഞാൽ. ഒരുപാട് സഹനക്കടലുകൾ നീന്തി കടന്നു പോയവളാണ് പരിശുദ്ധ അമ്മ. കയ്പ് കടൽ. ഇന്ന് ഓർക്കുമ്പോൾ എങ്കിൽ എന്നെയും മറിയുമെന്ന് വിളിക്കാമെന്ന് പലർക്കും തോന്നും. ഒത്തിരി പേരും ഒരുപാട് കയ്പ് കടലുകൾ, കയ്പ് നീരുകൾ കുടിച്ചിറക്കുന്നവരും കയ്പ് കടലുകൾ നീന്തിക്കൊണ്ടിരിക്കുന്നവരും ഒക്കെയാണ്.
അപ്പോൾ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ അർത്ഥം അതിജീവിച്ചവൾ. മറിയം എന്ന് പറഞ്ഞാൽ അവൾ അതിജീവിച്ചവൾ എന്നാണ് മറ്റൊരർത്ഥം. അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിൽ ഉണ്ടായ എല്ലാ ദുഃഖകരമായ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നൊമ്പരങ്ങളെയും സങ്കടങ്ങളെയും എല്ലാം അതിജീവിച്ചവളാ, തരണം ചെയ്തവളാ, മുന്നോട്ട് പോയവളാണ് പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ. അതാണ് മാതാവിൻ്റെ മധ്യസ്ഥം തേടി അമ്മയോട് ചേർന്ന് നടക്കുമ്പോൾ നമുക്കും കിട്ടുന്ന കൃപയെന്ന് പറയുന്ന ഇതാണ്, അതിജീവിക്കാനുള്ള കൃപ. എന്തിനെ അതിജീവിക്കാൻ? ഏത് പ്രശ്നങ്ങളെയും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കൃപ. ഏത് കയ്പ് കടലുകളും നീന്തി കടന്നു പോകാനുള്ള ആത്മധൈര്യത്തിൻ്റെ കൃപ നമുക്ക് തരികയാണ്. മൂന്നാമത്തെ അർത്ഥം എന്താണെന്നറിയാവോ? പ്രകാശദായിക. പ്രകാശദായിക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മുഴുവൻ പ്രകാശമാണ് ഞാനെന്ന് അവകാശപ്പെട്ട ക്രിസ്തുവിനെ, ക്രിസ്തുവാകുന്ന പ്രകാശത്തെ ലോകത്തിലേക്ക് കൊണ്ടുവന്നവൾ എന്ന അർത്ഥത്തിലാണ് മറിയത്തെ പ്രകാശദായിക എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തിൽ അന്ധകാരമാണ്, ഇരുട്ടാണ്. ഈ ഇരുട്ടിലേക്ക്, ലോകത്തിൻ്റെ അന്ധകാരത്തിലേക്ക് ക്രിസ്തുവാകുന്ന പ്രകാശത്തെ കൊണ്ടുവന്നവളാണ് പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ. അപ്പോൾ ഈ മൂന്നർത്ഥങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. കുടുംബത്തിൽ അന്ധകാരമുണ്ട്, ലോകത്തിൽ അന്ധകാരമുണ്ട്, ഞാനിന്ന് ജീവിക്കുന്ന ഇടങ്ങളിൽ അന്ധകാരമുണ്ട്, പൈശാചിക തിന്മകളുടെ അന്ധകാര ശക്തിയുണ്ട്. അവിടെ ക്രിസ്തുവിനെ വഹിക്കുന്നവളും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവളുമായി ഞാൻ മാറുമ്പോൾ ഞാൻ അവിടെ പ്രകാശദായികയായി മാറുകയാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ ഈ ലോകത്തിൻ്റെ മുൻപിൽ, കുടുംബത്തിൻ്റെ മുൻപിൽ, നമ്മളായിരിക്കുന്നിടത്ത്, നമ്മുടെ സാന്നിധ്യം ആവശ്യമുള്ളിടത്തെല്ലാം ഈ പ്രകാശദായികകളും ദായകന്മാരും ഒക്കെ ആയിട്ട് മാറാനുള്ള വലിയൊരു കൃപ ദൈവം നമുക്ക് നൽകുകയാണ്. ഹല്ലേലൂയ. വലത്തുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വലത്തുകരം വീശിക്കൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഒക്ടോബർ മാസം നമ്മൾ ധാരാളം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ധാരാളം കോടിക്കണക്ക് മാലാഖമാരുടെ മാധ്യസ്ഥമൊക്കെ തേടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്ക് ദൈവം തരുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഈ കൃപ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് വേണ്ടവരെന്ന് കൈവയ്ക്കുക. പിന്നെ കൈ താത്തിയിടരുത് ഞാൻ പറഞ്ഞു വരുമ്പോൾ. എല്ലാവരും സന്തോഷത്തോടെ കൈവയ്ക്കത്തിനുണ്ട്. കൃപ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അതൊരു പ്രത്യേക അവസ്ഥയല്ല, ഒരു വസ്തുവല്ല, മറിച്ച് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള വളരെ ആഴമുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന പദമാണ് കൃപ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സിസ്റ്റർ പറഞ്ഞത്, നമ്മൾ ജപമാല ചൊല്ലി മാതാവിനോട് ചേർന്നിരുന്ന് അമ്മേ ഞാൻ പൂർണ്ണമായും നിൻ്റേതാകുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സംഭവം നടക്കുകയാണ്. കൈതാത്തിട്ടോ, വലിയൊരു സംഭവം നടക്കുകയാണ്. ദൈവവും നമ്മളും തമ്മിൽ ഇന്നു വരെ ഉണ്ടായിരുന്നതിനേക്കാളും വളരെ വളരെ ആഴമുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അത് ഫീൽ ചെയ്യുന്നില്ലേ നമുക്കിപ്പോൾ? ഉണ്ടോ? ഉണ്ട്. അതാണ് കൃപ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ അർത്ഥം ദൈവവും തമ്മിലുള്ള ബന്ധം എന്ന അർത്ഥമാണ്. ഇത് വലിയൊരു തിയോളജിയനായ ബെനഡിക്റ്റ് മാർപ്പാപ്പ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ പഠനമാണ്. ഇതാണ് കൃപ. അപ്പോൾ അതാണ് കൃപയെങ്കിൽ നമുക്ക് മനസ്സിലാവും, മറിയത്തെ പോലെ, പരിശുദ്ധ അമ്മയെ പോലെ ഇത്രയും ആഴമായ ഒരു ബന്ധം ദൈവവുമായിട്ട് സ്ഥാപിക്കാൻ പറ്റിയ വേറെ ആരെങ്കിലും ലോകത്തിലുണ്ടോ? ഇല്ല. ദൈവപുത്രനുണ്ട്, പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരുമില്ല. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ തൻ്റെ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ആമേൻ. വലത്തേരം ഉയർത്തി ആമേൻ. ഹല്ലേലൂയ. ആ വചനം എന്ന് പറഞ്ഞ ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ തന്റെ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ദൈവവുമായുള്ള അത്രമാത്രം ഗാഢമായ ആഴമായ ഒരു ബന്ധത്തിലേക്ക് ദൈവം ഒരു വ്യക്തിയെ എടുത്തുയർത്തുന്ന
ഒരനുഭവമാണ്, ഒരവസ്ഥയെയാണ് എന്തെന്ന് പറയുന്നത്? കൃപ എന്ന് പറയും. നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ചില അനുഗ്രഹങ്ങളെ അല്ല നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് കൃപ എന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് വരുന്ന എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. മറിച്ച് രണ്ടാമതായിട്ട് മാർപ്പാപ്പ നമുക്ക് പറഞ്ഞു തരുന്ന അർത്ഥം എന്താണെന്നറിയാമോ? ഈ കൃപ എന്ന് പറയുന്നത് അത് ദൈവം തന്നെയാണ്, യേശുവാണ്, പരിശുദ്ധാത്മാവാണ്. അതെ, മറിയത്തിലേക്ക് നോക്കിയേ, അതും നമ്മൾ കാണുന്ന ഏറ്റവും കൃത്യമായ ഉത്തരവാണത്. മറിയം ഈശോയെ ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോഴാണ്, ഗർഭം ധരിക്കുന്ന സമയത്താണ് സ്വർഗം വെളിപ്പെടുത്തുന്നത്. എന്ത് വെളിപ്പെടുത്തുന്നത്? ദൈവകൃപ നിറഞ്ഞവളെ. അപ്പം ദൈവത്തെ കൊണ്ട് നിറഞ്ഞവൾ, യേശുവിനാൽ ദൈവപുത്രനാൽ നിറഞ്ഞവൾ, പരിശുദ്ധാത്മാവിനാൽ. ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ കൃപയുണ്ട് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയിലുള്ള എന്തെങ്കിലുമൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ചില വരങ്ങളോ ദാനങ്ങളോ നന്മകളോ മാത്രമല്ല, മറിച്ച് ഈശോയെ കൊണ്ട് തന്നെ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, ദൈവത്തെ കൊണ്ട് തന്നെ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ കൃപയുള്ളവരെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ മക്കള് ദൈവകൃപയുള്ള മക്കളാകണമെങ്കിൽ, അല്ലെ മക്കൾ പറയുകയാണ് എൻ്റെ അപ്പനും അമ്മയും ദൈവകൃപയുള്ള മാതാപിതാക്കളായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ദൈവത്തെ കൊണ്ട് അവർ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവുമായുള്ള ആഴമേറിയ ഒരു ബന്ധത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥ, ഇതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് ഈ കൃപ എന്ന് പറയുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ രണ്ട് പ്രത്യേകതകൾ പറയുന്നുണ്ട്. ഒന്ന് ഇതാണ്, ദൈവം കൂടെയുള്ളവൾ. ദൈവം കൂടെയുള്ളവൾ എന്താണ്? ദൈവത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നവർക്കെല്ലാം ദൈവം കൊടുക്കുന്ന ഉറപ്പുള്ള വാഗ്ദാനമാണ്, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ മോശനെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ മോശയ്ക്ക് കൊടുക്കുന്ന ഉറപ്പുള്ള വാഗ്ദാനം എന്താണ്? ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അത് മതി, വേറൊന്നും വേണ്ട. ഇനി ജോഷുവ, മോശയെ സഹായിക്കാൻ, മോശയുടെ കൂടെ നിൽക്കാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന ജോഷു എന്ന മനുഷ്യനോട് പറയുന്നത് എന്താണ്? 1:5 ജോഷുവയുടെ പുസ്തകം 1:5 നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല, ആരുടെയും മുമ്പിൽ നീ തോൽക്കുകയില്ല. എന്നിട്ട് പറയുകയാണ്, എന്താ കാരണം? മോശയോട് കൂടെ എന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഒരിക്കലും നിന്നെ കൈവിടുകയില്ല, നീ ശക്തനും ധീരനുമായിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ മനുഷ്യൻ്റെ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇറങ്ങി വരുന്നത്. ദൈവം തന്നെയാണ് അവരിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്കുള്ള ഉറപ്പ്. ദൈവത്തിന് വേണ്ടി നിൽക്കാനുള്ള, ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള, ശുശ്രൂഷ ചെയ്യാനുള്ള ആ ഉറപ്പ്, ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ഉണ്ട്, കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ധീരനും ശക്തനുമായ മനുഷ്യ. എപ്പോഴാണ് ഒരു മനുഷ്യൻ ബലഹീനനും അല്പവിശ്വാസിയും എല്ലാ കുറവുകളുമുള്ള ഒരു മനുഷ്യൻ എപ്പോഴാണ് ശക്തനും ധീരനുമായിട്ട് മാറുന്നത്? മോശ എങ്ങനെയായിരുന്നു നമുക്കറിയാം, അല്ലേ? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ മനുഷ്യരുടെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം അവരൊക്കെ ബലഹീനരായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, വിളിക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ വചനം അവരുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുകയാണ്, ശക്തനും ധീരനുമായി മാറുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 39:2 നമ്മൾ വായിക്കുക, കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. ആമേൻ, ആമേൻ. യോസഫ് ചെയ്ത എല്ലാ കാര്യങ്ങളിലും യോസഫിന് ശ്രേയസ് ഉണ്ടായി എന്ന് പറയാൻ കാരണം എന്താണ്? യോസഫിൻ്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് ദൈവം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കൃപ നിറഞ്ഞ മനുഷ്യനായിരുന്നു ജോസഫ്, അല്ലേ? ജോഷുവ, മോശ, ഇവരൊക്കെ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ മനുഷ്യരായിരുന്നു. അവർ ശക്തരായി തീർന്നു, അവർ ധീരന്മാരായി തീർന്നു, അവർ അഭിഷേകമുള്ളവരായി തീർന്നു. വചനം പറയുന്നു, കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായി. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും നമുക്ക് എന്തുണ്ടാകുന്നില്ല? ശക്തരായി മാറാൻ പറ്റുന്നില്ല, ധീരരായി മാറാൻ പറ്റുന്നില്ല, ശ്രേയസ്സുള്ള മനുഷ്യരായി മാറാൻ പറ്റുന്നില്ല. എന്താ കാരണം? ദൈവത്തിൻ്റെ കൂടെ നമ്മളങ്ങ് ചരിക്കുന്നില്ലാത്തതുകൊണ്ടാണ്. ഇടയ്ക്കിടയ്ക്ക് അവസരോചിതമായിട്ട് അവസരം കിട്ടുമ്പോഴെല്ലാം നമ്മൾ ആരെ വിട്ടു പോകും? തമ്പുരാനെ വിട്ടു പോകും.
വലത്തുകരം ഉയർത്തി ആമേൻ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടോ, മറിയത്തിന് കൊടുക്കുന്ന ഉറപ്പ്, വാഗ്ദാനം. ദൈവം പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. അപ്പം ദൈവം കൂടെയുള്ളവളാണ് മറിയം. നമ്മൾ ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മളൊരു പ്രാർത്ഥന വരുന്നുണ്ട്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നൊരു വാക്കുണ്ട്. ഉണ്ടോ? എന്താണ് ഈ സ്വസ്തി എന്ന വാക്കിൻ്റെ അർത്ഥം? എന്താ? അതിന് വലിയൊരു അർത്ഥമുള്ളൊരു വാക്കാണ്. ഞാൻ പണ്ടൊക്കെ ഓർത്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്നറിയാമോ? സ്വസ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്തുതി ചെല്ലുന്നതിനാണ് ഈ സ്വസ്തി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, സ്വസ്തി എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ആനന്ദിച്ചാലും എന്നാണ്. ആമേൻ, ആമേൻ. ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്വസ്തി എന്ന് പറഞ്ഞാൽ ആനന്ദിച്ചാലും. പരിശുദ്ധ അമ്മയുടെ വാക്കുകളിൽ തന്നെ നമുക്ക് കാണാം, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതായത് ദൈവകൃപയുള്ള മനുഷ്യർക്കാണ് പ്രിയപ്പെട്ടവരെ, ദൈവം കൂടെയുള്ള മനുഷ്യരുടെ അടയാളമാണ് എന്ത്? ആനന്ദം. അവർക്ക് ആനന്ദിക്കാനേ പറ്റത്തുള്ളൂ. സംഖ്യയുടെ പുസ്തകം 2:10 പറയാണ്, സിയോൻ പുത്രി പാടി ഉല്ലസിക്കുക, ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും. ആനന്ദിക്കുന്നതിൻ്റെ കാരണം എന്താ? കോടികൾ കിട്ടിയിട്ടല്ല. ലോട്ടറി അടിച്ചപ്പോൾ കോടികൾ കിട്ടി. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന സകല കാര്യങ്ങളും സാധിച്ചു കിട്ടി, സകലതും കിട്ടി. ലോകത്തിൻ്റെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ വളരെയധികം ശ്രേയസ്സുള്ളവനായി ഉയർത്തപ്പെട്ടു, മഹത്വപ്പെട്ടു. അതല്ല കാരണം. പിന്നെ എന്താണ്? അതിനെ ഞാൻ വായിക്കാം. സിയോൻ പുത്രി പാടി ഉല്ലസിക്കുക, ഡാൻസ് ചെയ്യുക, പാടുക, ഉല്ലസിക്കുക. എന്താ കാരണം? ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ സന്തോഷിക്കാൻ, സന്തോഷമുള്ള മനുഷ്യരായിട്ട് ജീവിക്കാൻ നമുക്ക് ഈ ലോകത്തിൻ്റെ ഒരു നേട്ടങ്ങളും വേണ്ട. പിന്നെ എന്തു മതി? ദൈവം കൂടെയുണ്ട്, ദൈവം ഞങ്ങളുടെ വീട്ടിലുണ്ട്, ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്, ദൈവം വസിക്കുന്നുണ്ട്, ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ ഒരു ബോധ്യം മനസ്സിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാനേ പറ്റുള്ളൂ. ആമേൻ. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:12 പറയുക, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിരുന്നു. അതായത് ഈശോയുടെ നാമത്തിൽ പീഡനങ്ങളും ക്ലേശങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒക്കെ ഏറ്റെടുക്കേണ്ടി വരുമ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാനല്ല പറയുന്നത്, പേടിച്ചോടാനല്ല പറയുന്നത്. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഉള്ളിൽ സന്തോഷിക്കണം, ആനന്ദിക്കണം. അതാണ് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലത്തുകരം ഉയർത്തി ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരുടെ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ച്, ഇനി അങ്ങനെ ഉറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കോർത്ത് പിടിച്ച കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ഈശോയ്ക്ക് ഒരു നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, കർത്താവേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ഒരു പ്രാർത്ഥനാ ദിവസമൊക്കെ മാറ്റിവെക്കുമ്പോൾ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, അല്ലേ? അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ദൈവത്തിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെട്ടു കഴിഞ്ഞു. ദൈവത്തിൻ്റെ കൃപയാലല്ലാതെ ഇനി ജീവിതം മുന്നോട്ട് പോകില്ല എന്നുള്ളത് നമുക്കൊക്കെ ബോധ്യമായതുകൊണ്ടാണ് പല തിരക്കുകളും മാറ്റിവെച്ചിട്ട്, പല കാര്യങ്ങളും വേണ്ട എന്ന് വെച്ചിട്ട് ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്. ആണോ? അതെ. അപ്പം നമുക്ക് കിട്ടുന്ന അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച UK പോകാനുള്ള കാര്യം, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിക്ക് പോകാനുള്ള ഒരു വീസ തടസ്സം മാറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു വീട് വെക്കാൻ പറ്റിയിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരി നാൾ ആഗ്രഹിച്ചൊരു വണ്ടി മേടിക്കാൻ പറ്റിയില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥലം വിൽക്കാൻ ആഗ്രഹിച്ചു, സ്ഥലം വിറ്റ് കിട്ടിയില്ലായിരിക്കാം. പക്ഷെ നമ്മൾ അതിനൊന്നും വേണ്ടിയല്ല ദൈവം നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്ന ലക്ഷ്യം സാധ്യമാകുന്നുണ്ട്. എന്താണ് ആ ലക്ഷ്യം? ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം ആഴപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം ആഴപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് നമ്മുടെ ഇടയിൽ വസിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് നമ്മുടെ ഇടയിൽ ചരിക്കാൻ വേണ്ടിയിട്ടാണ്.
ദൈവം കൂടെയുള്ള ശക്തന്മാരും ധീരന്മാരുമായിട്ട് നമ്മളെയൊക്കെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് തമ്പുരാൻ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതി പരാജയപ്പെടില്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ ജീവിത പങ്കാളി, ഒരിക്കലും ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കാത്തൊരു ജീവിത പങ്കാളി നമ്മളോട് ചോദിച്ചിരിക്കാം, ഇത്രയും നാളായില്ലേ പോകാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് എന്ത് കിട്ടി എന്ന് ചോദിക്കാം. കിട്ടേണ്ടത് കിട്ടി എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം നമുക്ക് ഉണ്ടാകണം. ആമേൻ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൃപയുള്ള മനുഷ്യരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ദൈവത്തിന്റെ കൃപയുള്ള മനുഷ്യരെ. അപ്പൊ കൃപ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നു അല്ലേ? അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയുള്ള മനുഷ്യരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അടയാളങ്ങൾ വേണം. ഈ മനുഷ്യൻ പിശാചിൻ്റെതാണോ? ഈ മനുഷ്യൻ ദൈവത്തിൻ്റെതാണോ? ഈ മനുഷ്യൻ കൃപയുള്ള മനുഷ്യനാണോ? ഈ മനുഷ്യൻ അഭിഷേകമുള്ള മനുഷ്യനാണോ എന്ന് തിരിച്ചറിയാൻ അടയാളങ്ങളുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എന്താണ് അടയാളം? എന്താണ് അടയാളം എന്ന് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം തന്നെ ധ്യാനിക്കണം. വേറെ എങ്ങോട്ടും പോകണ്ട. കാരണം നമ്മളെ ആരെയല്ല വിളിച്ചത്. ആരെയെ വിളിച്ചത്? ദൈവം. സ്വർഗം വിളിച്ചത് ആരെയാ? ദൈവകൃപ നിറഞ്ഞവളേ എന്ന് സ്വർഗം വിളിച്ചത് ആരെയാ? പരിശുദ്ധ അമ്മയാ. അപ്പം ഈ കൃപ, ആ മറിയത്തിലുണ്ടായിരുന്ന കൃപ എങ്ങനെയായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മറിയത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ നമ്മൾ ധ്യാനിക്കണം. പ്രവചനം പറയുകയാണ്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ തിരുവചനം. അറിയാവോ അത്? 1:45. എന്താണത്? കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഉറക്കെ പറഞ്ഞേ, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അമ്മയുടെ വിശ്വാസ ജീവിതമാണ് ശക്തിപ്പെട്ടത്. കൃപ നിറഞ്ഞവളെന്ന് പറഞ്ഞപ്പോൾ അമ്മ നമുക്ക് തരുന്ന ഒന്നാമത്തെ അടയാളം ഇതാണ്: വിശ്വാസം വർദ്ധിക്കുന്നു. എന്ത് വിശ്വാസം? ലൂക്കായുടെ സുവിശേഷം 1:37 പറഞ്ഞിരിക്കുന്നത് പോലുള്ളൊരു വിശ്വാസം. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള വിശ്വാസം. ആമേൻ, ആമേൻ. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്നു, നിരാശയിലേക്ക് പോകുന്നു, നമ്മൾ ആത്മഹത്യക്ക് ഒരുങ്ങുന്നു, ഇനി ഒരു രക്ഷയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ദൈവത്തിൻ്റെ വാക്കുകളിലുള്ള വിശ്വാസം കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ്. കർത്താവ് മറിയത്തിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന വിശ്വാസം പ്രഘോഷിച്ചത് എങ്ങനെയാ? കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറും, നിറവേറും, നിറവേറും എന്നാ പറഞ്ഞു. എന്നിട്ട് ചെറിയ വാക്കുകളിലൂടെ മാതാവ് പറഞ്ഞു, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. ഓർക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ മാലാഖമാര്, ഒത്തിരി മാലാഖമാരെയും കൊണ്ട് വന്ന്, നമ്മളൊക്കെ എവിടെയാണുള്ളവരാ? ഭൂമിയിലെ മാലാഖമാരാ. പുറപ്പാടിൻ്റെ പുസ്തകം 14:14 നമ്മൾ പറയും, ഇസ്രായേൽക്കാരോട് മുന്നോട്ട് പോകാൻ പറഞ്ഞപ്പോൾ ഇസ്രായേൽക്കാരോട് എന്ത് ചെയ്യാനാ പറഞ്ഞത്? പുറകോട്ട് പോകാൻ പറഞ്ഞോ? ഇല്ല. അവരൊരു പരിഭ്രാന്തിയുള്ള മനുഷ്യരായിരുന്നു. അവർ നോക്കുമ്പോൾ മുന്നിൽ കാണുന്നത് ചെങ്കടല്, പുറകോട്ട് നോക്കുമ്പോൾ കാണുന്നത് പറവോയുടെ സൈന്യവും. ഒരു രക്ഷയില്ല, തീർന്നു ജീവിതം അവിടെ എന്നിവർ ചിന്തിക്കുന്ന സമയത്ത് ഇസ്രായേൽക്കാരോട് ദൈവം പറഞ്ഞത് എന്താണ്? കർത്താവ് എന്താ പറഞ്ഞത്? മുന്നോട്ട് പോകാനാ പറഞ്ഞത്, പുറകോട്ട് നോക്കാതെ മുന്നോട്ട് പോകാനാ പറഞ്ഞത്. ആമേൻ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ മുന്നോട്ട് പോകാൻ പറഞ്ഞപ്പോൾ ചെങ്കടൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല. അത് വിഭജിക്കപ്പെട്ടത് എപ്പോഴാ? അനുസരിച്ചപ്പോഴാ. പുറകോട്ട് പോകാൻ തിരിഞ്ഞവര് കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയപ്പോഴാണ്, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അനുസരിച്ചപ്പോഴാണ് ചെങ്കടല് വിഭജിക്കപ്പെട്ടത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം കേട്ടാൽ പോരാ, വചനത്തിൽ വിശ്വസിച്ചാൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം? വചനം അനുസരിക്കണം. നമ്മൾ പറഞ്ഞില്ലേ, ദൈവകൃപയുള്ള മനുഷ്യർക്ക് ചില വ്യക്തമായ അടയാളങ്ങളുണ്ടെന്ന് പറയുമ്പോൾ സിസ്റ്റർ പറഞ്ഞത് ഇതാണ്. എന്താ പറഞ്ഞത്? വചനത്തിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസമാണ് അനുസരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല.
വചനം ഒരിക്കലും നിറവേറപ്പെടാതിരുന്നിട്ടില്ല. വാഗ്ദാനം എന്നും പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ പലതരത്തിലുള്ള വിഷമങ്ങളുമായി ഈ ആലയത്തിലേക്ക് കയറി വരുമ്പോൾ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്പിരിച്വൽ ഷെയറിങ്ങിന് വരണം. 3-4 പ്രാവശ്യം സ്പിരിച്വൽ ഷെയറിങ് എടുക്കണം. അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ബുധനാഴ്ച ദിവസങ്ങളിൽ വന്ന് വചനം കേൾക്കണം, വിശുദ്ധ ബലി അർപ്പിക്കണം, ഈശോയെ ആരാധിക്കണം. ഈശോയെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾ ചേരണം. എന്താ കാരണം? വചനം കേൾക്കാതെ, വചനം മനസ്സിലാക്കാതെ വചനത്തെ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാതെ അനുസരിക്കാൻ പറ്റുമോ? ഇതെല്ലാം കഴിയുമ്പോഴാണ് ചെങ്കടലുകൾ തുറന്നു കിട്ടുന്ന, ചെങ്കടലിൽ പോലും വഴി വെട്ടിത്തരുന്ന ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആമേൻ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9:6 നമ്മൾ വായിക്കും. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടില്ല. വലത്തുകര ഉയർത്തി ഉറക്കെ പറഞ്ഞേ 9:6. റോമ 9:6. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ നിറഞ്ഞവരുടെ, ഞാൻ ലാസ്റ്റ് ചോദിക്കും എത്ര എണ്ണമാ സിസ്റ്റർ പറഞ്ഞതെന്ന്. ദൈവത്തിന്റെ കൃപ നിറഞ്ഞവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ശുശ്രൂഷാ മനോഭാവം. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. നന്നായിട്ട് 1 മണിക്കൂറോളം എന്ന് പറയുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ദൈവകൃപ നിറഞ്ഞവരുടെ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണ്. ഓർക്കുന്നുണ്ടോ? ആവശ്യപ്പെടാതെ, വിളിക്കാതെ, ക്ഷണിക്കാതെ, ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മറിയം ചെയ്ത ശുശ്രൂഷയെക്കുറിച്ചൊക്കെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഉണ്ട്. എങ്ങോട്ടാണ് മറിയം ശുശ്രൂഷ ചെയ്യാൻ പോയത്? എലിസബത്തിൻ്റെ അടുത്തോട്ട് പോയി. അതുകൊണ്ട് അത് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് അത് വിടുകയാണ് ഞാൻ. പിന്നെ അത് രണ്ടാമത്തേതാണത്. ഈ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവരുടെ ഒരു ലക്ഷണമാണത്, അടയാളമാണത്. എന്ത് ശുശ്രൂഷയ്ക്കും അവർ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് പറ്റുന്ന ഏത് ശുശ്രൂഷയ്ക്കും അവർ തയ്യാറാണ്. ഒരു മടിയന്മാരല്ല, അലസരല്ല, അലംഭാവത്തോടെ ഇരിക്കുന്നവരല്ല. എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിന് ഞാൻ റെഡിയാണ്. ഇനി 3ാമത്തെ ലക്ഷണം എന്താണെന്നറിയാവോ? ദൈവത്തിൻ്റെ കൃപയുള്ളവരുടെ 3ാമത്തെ ലക്ഷണം എന്താണ്? 3ാമത്തെ ലക്ഷണം ഇതാണ്, കീഴടങ്ങലിൻ്റെ മനോഭാവം. ഇതാ കർത്താവിൻ്റെ ദാസി. അതെന്തായിരുന്നു? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എൻ്റെ അർത്ഥം എന്താ? കീഴടങ്ങി. എന്തിന് കീഴടങ്ങി? സ്വന്തം പദ്ധതികൾക്കല്ല, മറിച്ച് എന്താണോ ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന പദ്ധതി എന്താണോ ആ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് കീഴടങ്ങുക. നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നീ എന്താണോ എന്നിലൂടെ ആഗ്രഹിക്കുന്നത് അത് സംഭവിച്ചു കൊള്ളട്ടെ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എളുപ്പമുള്ള ഒരു വാക്കാണോ ഇത്? ആണോ? ഇത് പറയാൻ എളുപ്പമുള്ള ഒരു വാക്കാണോ? ഇങ്ങനെയൊന്ന് സറണ്ടർ ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാണോ? നിസാര കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നമുക്ക് പറ്റുന്നില്ല, അല്ലേ? പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. അതുകൊണ്ടാണ് അമ്മയുടെ ആ സ്വഭാവം, അമ്മയുടെ ആ ചൈതന്യം, പരിശുദ്ധ അമ്മയുടെ അഭിഷേകവും കൃപയും ഈ കീഴടങ്ങലിൻ്റെ മനോഭാവമായിരുന്നുകൊണ്ടാണ് അമ്മയുടെ ഉദരത്തിൽ പിറന്ന മോനും കുരിശ് വരണ സമയത്ത് എന്താ പറയുന്നത്? കുരിശിൽ മരിക്കുന്ന സമയത്ത് എന്താ പറയുന്നത്? പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. അവിടെയും കുരിശ് മരണത്തിൻ്റെ മുൻപിൽ പോലും പരിപൂർണമായിട്ട് പിതാവിൻ്റെ മുൻപിൽ കീഴടങ്ങുന്ന ഒരു പുത്രനെ രൂപപ്പെടുത്തിയെടുത്തത് ഈ കീഴടങ്ങൽ മനോഭാവം കൊണ്ട് അമ്മ തന്നെയാണ് രൂപപ്പെടുത്തിയത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പഞ്ഞിക്കാരനച്ഛനെ കുറിച്ച് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. നിങ്ങൾക്കറിയാമോ ആരാ പഞ്ഞിക്കാരനച്ഛൻ? ഞങ്ങളുടെ സന്യാസ സഭയുടെ സ്ഥാപക പിതാവാണ്. ഇപ്പോൾ ഇനി നിങ്ങൾ പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് പേപ്പറൊക്കെ ഞാൻ തന്നായിരുന്നു, പ്രാർത്ഥിക്കണം. ഇനി തൊട്ടടുത്ത് തന്നെ ദൈവദാസ പദവിയിൽ നിന്ന് ധന്യൻ്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്.
ഹല്ലേലൂയ. അതിനുവേണ്ടി സഭ പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളും സഭയുടെ മക്കളാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിനാൽ അച്ഛൻ്റെ മധ്യസ്ഥം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അച്ഛൻ പറയുന്നൊരു കാര്യം ഇതാണ്. പഞ്ഞിക്കാരനച്ഛൻ പറയുകയാണ്, ഇഷ്ടമുള്ളത് ചെയ്യുന്നതല്ല, ചെയ്യാനുള്ളത് ഇഷ്ടപ്പെടുന്നതാണ് നല്ലത് കുഞ്ഞേ. അച്ഛൻ സിസ്റ്റേഴ്സിന് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. എന്താ പറഞ്ഞു തരുന്നത്? ഇഷ്ടമുള്ളത് ചെയ്യുന്നതല്ല, ചെയ്യാനുള്ളത് ഇഷ്ടപ്പെടുന്നതാണ് കുഞ്ഞെ നല്ലത്. ചിലപ്പം നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പം നമ്മൾ ചില വൈബൻസിയൊക്കെ കാണിക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്, അച്ഛൻ്റെ വാക്കുകളാണ്, ഇഷ്ടമുള്ളത് ചെയ്യുന്നതല്ല, ചെയ്യാനുള്ളത് ഇഷ്ടപ്പെടുന്നതാണ് നല്ലത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, ഹാഹാറിനെ സാറയും കാണുന്നുണ്ട്. സാറ ആരായിരുന്നു? ഹാഹാർ ആരായിരുന്നു? നമുക്കറിയാം. സാറയുടെ ദാസിയായിരുന്നു ഹാഹാർ. ഈ ഹാഹാർ ഈ യജമാനത്തിൻ്റെ അടുത്തുനിന്ന് വലിയ ക്രൂരമായ പീഡനങ്ങളൊക്കെ അനുഭവിച്ച് മടുത്തു കഴിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു? നീ നിൻ്റെ പണി നോക്കാൻ പറഞ്ഞു വെച്ചിട്ട് ഹാഹാർ കുഞ്ഞിനെ എടുത്തുകൊണ്ട് എങ്ങോട്ട് പോയി? അബ്രഹാം കൊടുത്ത ഒരു തോൽക്കൂടത്തിലെ ഇച്ചിരി വെള്ളമൊക്കെ കൈപ്പിടിച്ചുകൊണ്ട് അവൾ ഒരൊറ്റപ്പോക്ക് പോയി, അല്ലേ? അവൾ പോയി. പക്ഷേ ദൂതൻ വിട്ടില്ല, ദൈവം വിട്ടില്ല അവളെ. അവളെ വഴിക്ക് വെച്ച് പിടികൂടി. നീ എങ്ങോട്ടാ പോകുന്നത്, നീ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ച് ദൈവദൂതൻ വഴിയിൽ വെച്ച് ഇടപെട്ടു. അവളുടെ യാത്രയിൽ മുടക്കം വരുത്തി. നമ്മുടെയൊക്കെ യാത്രയ്ക്ക് മുടക്കം വരാറില്ലേ, അല്ലേ? നമ്മൾ ഒരുങ്ങുന്ന പോലെ ആഗ്രഹിക്കുന്ന പോലെ വല്ലതും നടക്കാറുണ്ടോ? ഇല്ല. ഇപ്പം എല്ലാം നടക്കുമെന്ന് കരുതി നമ്മളിരിക്കും, പക്ഷേ നടക്കുകയില്ല, ചിലത് നടക്കുകയില്ല. കാരണം ദൈവം അത് ആഗ്രഹിച്ചിട്ടില്ല, ദൈവത്തിൻ്റെ പദ്ധതിയല്ല. ആ വഴിക്ക് പോയാൽ നമുക്ക് രക്ഷയില്ല. അതുകൊണ്ട് ദൈവം വഴി ബ്ലോക്ക് ചെയ്യും. ഇതുപോലെ ഹാഹാറിൻ്റെ വഴി ബ്ലോക്ക് ചെയ്തിട്ട് ഹാഹാറിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? നീ പോയി നിൻ്റെ യജമാനത്തിയായ സാറായിക്ക് നീ കീഴ്പ്പെട്ടിരിക്കുക എന്നാ പറയുന്നത്. നീ എന്ത് ചെയ്യണം? നീ കീഴ്പ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. ഒരിക്കൽ നവദമ്പതികൾ, കൊച്ചു ദമ്പതികളെ, അവർ വിവാഹമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. വീട്ടിൽ ചെറിയൊരു കലഹം ഉണ്ടാകാൻ തുടങ്ങി. അപ്പം അവർക്ക് മനസ്സിലായി ഈ വീട്ടിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ കുറേ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ അങ്ങേ അറ്റത്ത് പോയിട്ട് എല്ലാ ദിവസവും ഇവർ പോയി കുറേശ്ശെ മാടം ഉണ്ടാക്കാൻ തുടങ്ങി. മാടം എന്നാണ് എന്നാ പറയുന്നത്, മാടം, അല്ലേ? കൊച്ചു വീട് ഇവരുണ്ടാക്കാൻ തുടങ്ങി. എന്തിനാ? ഒരു തരത്തിലും പറ്റാതെ വരുന്നു ഈ മാടത്തിലേക്ക് മാറിപ്പോകാം. അങ്ങനെ ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഒരു ചെറിയ ചെറ്റക്കുടിൽ കാണുന്നുണ്ടല്ലോ, പ്രാർത്ഥിച്ചപ്പം ചോദിച്ചു, അതെന്താ? ഞാൻ വിചാരിച്ചത് അവർക്ക് അങ്ങനത്തെ വീടുകൾ. അതെന്നാന്ന് സിസ്റ്റർ, അത് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. വീട്ടിൽ കലഹമൊക്കെയാണ്, വിഷമമാണ്, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത്യാവശ്യം വന്നാൽ ഇറങ്ങി പോകണം. അതിന് വേണ്ടിയിട്ട് അപ്പൻ കാണുമൊന്നുമില്ല, ഏക്കറുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്, ഞങ്ങളിങ്ങനെ ഒരറ്റത്ത് വീട് പണിതാന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടേതായ പദ്ധതികളെ മെനഞ്ഞെടുക്കുകയാണ്, രൂപപ്പെടുത്തിയെടുക്കുകയാണ്. ഹാഹാറിനോട് പറഞ്ഞതുപോലെ ദൈവം ആ മക്കളോടും പറയുകയാണ്, നീ പോയി നിൻ്റെ അപ്പന്, നിൻ്റെ അമ്മായിയമ്മയ്ക്ക്, നിൻ്റെ കുടുംബത്തിൽ വേണ്ടപ്പെട്ടവർക്കൊക്കെ നീ എന്ത് ചെയ്യണം? കീഴ്പ്പെടണം. അതാണ് ദൈവകൃപയുള്ളതിൻ്റെ അടയാളം, കീഴ്പ്പെടലാണ്. അയ്യോ, ആദ്യം പറഞ്ഞ് ഇച്ചിരി എളുപ്പമായിരുന്നു. ആദ്യം പറഞ്ഞത് എന്താണ്? വിശ്വസിക്കുന്നു പറഞ്ഞ് നടക്കാൻ എളുപ്പമായിരുന്നു. ഇതത്ര എളുപ്പമാണോ? ആണോ? അല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എളുപ്പമല്ല. ഈ കൃപയിലുള്ള ജീവിതം എന്ന് പറയുന്നത് എളുപ്പമല്ല. അതൊരു യുദ്ധമാണ്. അത് നമ്മുടെ ജഡത്തോടുള്ള, മാംസത്തോടും രക്തത്തോടുമുള്ളൊരു യുദ്ധമാണ്. നമ്മുടെയൊക്കെ ആഗ്രഹം എല്ലായിടത്തും വിജയിക്കണമെന്നാണ്, എല്ലായിടത്തും ഒന്നാമതാകണമെന്നാണ്, ആർക്കും കീഴ്പ്പെടാൻ ഇടവരുത്തരുതേ എന്നാണ്. എന്നാൽ വചനം പറയുന്നു, നീ ഒത്തിരി പേർക്ക് കീഴ്പ്പെടാനുണ്ട്, നീ ഒത്തിരി പേരെ അനുസരിക്കാനുണ്ട്, നീ ഒത്തിരി പേർക്ക് കീഴടങ്ങാനുണ്ട്. അപ്പോഴാണ് നിന്നിലൂടെയുള്ള ദൈവത്തിൻ്റെ പദ്ധതികളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നത്. വലത്തേറുയർത്തി ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ദൈവത്തിൻ്റെ കൃപയുള്ളവർക്ക് മറ്റൊരടയാളമുണ്ട്. എന്താണെന്നറിയോ? നാലാമത്തേതാണ് ഞാൻ പറയുന്നത്. അതെന്താണെന്നറിയാവോ? ഞാൻ ചോദിക്കുവേ. നാലാമത്തേത് എന്താണ്? അവർ ആരെയും ജീവിതത്തിൽ പഴിചാരാതെയും പരിഭവമില്ലാതെയും പരാതികളില്ലാതെയും ജീവിക്കുന്ന മനുഷ്യരാണ് ദൈവത്തിൻ്റെ കൃപയുള്ള മനുഷ്യർ. അവർക്ക് ജീവിതത്തിൽ ആരെക്കുറിച്ച്, ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നിനെക്കുറിച്ച് അവർക്ക് പരാതിയില്ല, പരിഭവമില്ല. ആരുടെ നേരെ അവർക്ക് പഴിചാരാനില്ല, ആരുടെയും മേലും അവർക്ക് പഴിചാരാനില്ല. എൻ്റെ അപ്പം കാരണമാണ് ഈ മുടിഞ്ഞ മനുഷ്യൻ എൻ്റെ കെട്ടിയവനായി തീർന്നുവെന്നോ, അല്ലെങ്കിൽ ഇന്ന പോലെ ഓരോരുത്തരും പഴിചാരി മുന്നോട്ട് പോകുന്ന ജീവിതങ്ങൾ ഒരിക്കലും ദൈവത്തിൻ്റെ കൃപയിലല്ല.
എപ്പോഴും വാ തുറന്നാൽ പരാതികളും പരിഭവങ്ങളുമായിട്ട് നടക്കുന്ന ഒരു മനുഷ്യനും ദൈവകൃപയിലല്ല. ആ ഓരോ പ്രാവശ്യവും പരാതി പറയുമ്പോഴും പഴിചാരുമ്പോഴും പരിഭവപ്പെടുമ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കൃപയാണ്. കൃപയിൽ നിന്ന് നമ്മൾ അകന്നു പോകുകയാണ്. വലത്തേറുമേർത്തി ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുത്താനുണ്ട്, തിരുത്തലുകൾ സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അടുത്ത 5ാമത്തെ പോയിന്റ് എന്താണെന്നറിയാവോ? 5ാമത്, ദൈവത്തിൻ്റെ കൃപയുള്ള മനുഷ്യന് വേറെ വളരെ നല്ലൊരു അടയാളം അവൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളിലുണ്ടോ എന്ന് നോക്കിയാൽ മതി, മറ്റാരെ അളക്കണ്ട. ഈ കൃപ എന്നിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അമ്മായിയമ്മയ്ക്കുണ്ടോ എന്ന് നോക്കരുത് ഇവിടെ ഇരുന്ന് ആരും. അമ്മായിയമ്മ ഈ മരുമകൾക്ക് കൃപയുണ്ടോ എന്ന് നോക്കരുത്. എൻ്റെ ഭർത്താവിന് കൃപയുണ്ടോ എന്ന് നോക്കണ്ട. എൻ്റെ ഭാര്യയ്ക്ക് കൃപയുണ്ടോ എന്ന് നോക്കണ്ട. സിസ്റ്റർ പറയുന്ന അടയാളങ്ങളൊക്കെ എനിക്കുണ്ടോ എന്ന് നോക്കിയാൽ മതി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില അമ്മമാരിരുന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ മോൻ കിട്ടുന്ന മോള് ഒത്തിരി കൃപയുള്ളവളായിരിക്കണമെന്ന്. അവൾ കൃപയോടെയാണ് വന്നത്, പക്ഷെ അവളുടെ കൃപ കളഞ്ഞതാരാ? കൃപയില്ലാത്ത അമ്മയുടെ സാന്നിധ്യം, കൃപയില്ലാത്ത മകൻ്റെ സാന്നിധ്യം ഉണ്ട്. 6ാമത്തേതാണോ 5ാമത്തേതാണോ? 5ാമത്തെ, ഉത്തരം കിട്ടാത്തപ്പോഴും തളർന്നു പോകാത്തൊരു മനസ്സിൻ്റെ അവസ്ഥയാണ് കൃപയുടെ അടയാളം. ഉത്തരം കിട്ടാത്തപ്പോഴും, ജീവിതത്തിൽ ഒന്നിനും ഉത്തരം കിട്ടാത്തപ്പോഴും, ഒരു ചോദ്യത്തിനും ഉത്തരം കിട്ടാത്തപ്പോഴും തളർന്നു പോകാത്തൊരവസ്ഥയാണ് കൃപയുടെ അഭിഷേകം എന്ന് പറയുന്നത്. ആമേൻ. നോക്കിയേ, പരിശുദ്ധി അമ്മയുടെ ജീവിതം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞിട്ട് ജീവിതം ആരംഭിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായ ജീവിത അനുഭവങ്ങളുടെ മുൻപിൽ എന്തിനെങ്കിലും ഉത്തരമുണ്ടായിരുന്നോ? എന്തുകൊണ്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം അമ്മയ്ക്ക് ഉത്തരം കിട്ടുന്നുണ്ടായിരുന്നോ? ഇല്ല, അമ്മയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലായിരുന്നു. ദൈവത്തിൻ്റെ പുത്രനല്ലേ ഇവൻ ഉദരത്തിൽ പിറന്നിരിക്കുന്നത്? ഉദരത്തിൽ കിടക്കുന്നത് ദൈവത്തിൻ്റെ പുത്രനല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് അവന് പിറക്കാനൊരിടമില്ല? എന്തുകൊണ്ട് അവന് സംരക്ഷണം കിട്ടുന്നില്ല? നിറവയറോടെ ഈ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് എന്തിന് ദേശം വിട്ടു പോകേണ്ടി വരുന്നു? എന്തുകൊണ്ട്? ഇങ്ങനെ എന്തുമാത്രം പ്രാവശ്യം, എത്രയോ തവണ അമ്മ ജീവിതത്തിൽ ചോദിക്കേണ്ടിയിരുന്ന ചോദ്യമായിരുന്നു എന്തുകൊണ്ട്? എപ്പോഴെങ്കിലും അമ്മ ചോദിച്ചിട്ടുണ്ടോ? ഉത്തരത്തിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ആമേൻ. വലത്തുകരം ഉയർത്തി ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അർത്ഥം മനസ്സിലാകുമ്പോഴേ നമുക്ക് അടയാളങ്ങൾ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അർത്ഥം മനസ്സിലാകണം. 6ാമത്തേത്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ളൊരു ജീവിതമായിരുന്നു മറിയത്തിൻ്റേത്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ, ആരുടെയും വാഗ്ദാനങ്ങളല്ല, ആരുടെയും വാക്കുകളല്ല, മുറുകെ പിടിച്ചത് എന്തായിരുന്നു? കയ്യിൽ ഊന്നുവടി പോലെ അമ്മ മുന്നോട്ട് പോകാൻ മുറുകെ പിടിച്ചത് എന്തായിരുന്നു? ദൈവത്തിൻ്റെ വാഗ്ദാനമായിരുന്നു. മറിയം ചോദിച്ച ദൈവത്തോട് ഇത് എങ്ങനെ സംഭവിക്കും? ദൂതൻ ഒറ്റ ഉത്തരമേ കൊടുത്തുള്ളൂ. ആ ഉത്തരം എന്തായിരുന്നു? ആ ഉത്തരം? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ ഒരൊറ്റ ഉറപ്പായിരുന്നു മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒഴുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആമേൻ, 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 ആമേൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകാതിരുന്നാൽ മതി. പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എത്രയാണോ ഞാൻ പറഞ്ഞത്? 6. 7ാമത്തത്, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അമ്മയുടേത്. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു അമ്മയുടേത്. 8, എല്ലാറ്റിനും കൃതജ്ഞതയുടെ ഒരു ഭാവമായിരുന്നു അമ്മയ്ക്ക്. വചനം പറയുന്നു, ലൂക്ക 1:46, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നന്ദി, 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 നന്ദി അല്ലാതൊന്നും ഇല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ എല്ലാം നോക്കിക്കണ്ട്, ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ എല്ലാം സ്വീകരിച്ച് എപ്പോഴും നന്ദിയുടെ ഒരു ജീവിതമായിരുന്നു പരിശുദ്ധ അമ്മയുടേത്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. സ്വരമേർത്തി ആമേൻ, ഹല്ലേലൂയ. ഈ 8
ദൈവത്തിൻ്റെ കരുണയാണ് എന്നിൽ പ്രവർത്തിക്കുന്നതെന്നുള്ള ആഴമേറിയ ബോധ്യം ഹൃദയത്തിൽ കൊണ്ട് നടന്നവളായിരുന്നു പരിശുദ്ധി അമ്മ. അപ്പോൾ അവിടെ എന്തായി? അഹങ്കാരമുണ്ടോ? പിന്നെ ഉണ്ടോ? ഇല്ല. ദൈവത്തിൻ്റെ കരുണയാണ് എന്നിൽ പ്രവർത്തിക്കുന്നതെന്നൊരു വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ അഹങ്കരിക്കാൻ പറ്റുമോ? പറ്റിയല്ല, ഒരിക്കലും പറ്റിയല്ല. അതാണ് പരിശുദ്ധ വചനം പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:9, അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളെ എപ്പോഴും കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ബോധ്യം ഒന്നും നമ്മുടെ അധ്വാനം കൊണ്ടല്ല, ഒന്നും നമ്മുടെ പരിശ്രമം കൊണ്ടല്ല, ഒന്നും നമ്മുടെ ആഗ്രഹം കൊണ്ടല്ല, ഒന്നും നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമല്ല. എല്ലാം സകലതും ഒറ്റ വഴി ദൈവത്തിൻ്റെ കരുണയിലൂടെ വന്നത് മാത്രം. ശരിയോ തെറ്റോ? ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചു. വചനം പറയാമോ? അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചു. 3 പ്രാവശ്യം വചനം പറഞ്ഞേ, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചു. ഇവിടെ എന്തുണ്ട്? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് ഇവിടെയും ഉണ്ട്. എന്താണ് ആ വാക്ക്? കൃപ. കൃപ, കൃപ. നമ്മൾ അതിൻ്റെ അർത്ഥങ്ങളും ആ കൃപയുള്ള മനുഷ്യരുടെ അടയാളങ്ങളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അർത്ഥത്തിന് അല്പം വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നോക്കിയേ, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന്, ഈ അവൻ എന്ന് പറയുന്നത് ആരാ? ഈശോയാ. ഈശോയുടെ പൂർണ്ണത എന്ന് പറയുന്നത് എന്താ? ഈശോയുടെ പൂർണ്ണത എല്ലാം പൂർത്തിയായിരിക്കുന്നു. എപ്പോഴാണ് ഈശോ പറഞ്ഞത്? കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞ വചനമാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ ഈശോയുടെ ആ പൂർണ്ണത നമ്മൾ കാണുന്നത് എവിടെ? ഈശോ എല്ലാം പൂർത്തീകരിക്കുന്നത് എവിടെയാണ്? കുരിശു മരണത്തിലാണ്. കുരിശുമരണത്തിൻ്റെ സമയത്താണ് ഈശോ അത് പറയുന്നത്, അത് സംഭവിക്കുന്നത്. അപ്പോൾ അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപ വർഷിക്കപ്പെടുമെന്നാണ് വചനം പറയുന്നത്, അല്ലേ? അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപ വർഷിക്കപ്പെടുന്നു. അപ്പോൾ ഈ കൃപ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവർ? അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപ വർഷിക്കപ്പെടുന്നു എന്ന് പറയുന്നത് എന്താണ്? ഈശോയുടെ സഹനത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് കൃപയ്ക്കുമേൽ കൃപ വർഷിക്കപ്പെടുന്നത്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരർത്ഥമുണ്ട്. ഇത്രയും നേരം സിസ്റ്റർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരർത്ഥം നമുക്ക് ഈ വചനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ സഹനം എന്ന് പറയുന്നത്, സഹനം ഈക്വൽ ടു കൃപയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സത്യം പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈശോ മനസ്സിലാക്കി തന്ന എപ്പോഴാണെന്നറിയോ? വലിയ സഹനത്തിലൂടെ കടത്തിവിട്ടിട്ട് കർത്താവ് മനസ്സിലാക്കി തന്ന ഒരു ബോധ്യമാണ്, പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച ഒരു ബോധ്യമാണ്. മകളെ, നീ എന്നും എന്നോട് കൃപ ചോദിക്കുന്നുണ്ടല്ലോ, ഇതാ ഞാൻ നിനക്ക് കൃപ തരാൻ പോവുക. എന്താ കൃപ തന്നത്? സഹനം. അതുകൊണ്ടാണ് ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി, ഈ അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന സഹനങ്ങളിൽ നിന്നാണ് കൃപ വരുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കിയേ, നമ്മളൊക്കെ ഈശോയെ കാണാനും ഈശോയെ കേൾക്കാനും ഈശോയെക്കുറിച്ച് പഠിക്കാനും ഈശോയുടെ അടുത്തിരിക്കാനും ഒക്കെ കടന്നു വരുന്ന എപ്പോഴാണ്? നമ്മുടെ ഉള്ളിൽ ഒരുപാട് വേദനയുള്ളത് കൊണ്ടാണ്, അല്ലേ? പല പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ്, സഹനങ്ങളുള്ളത് കൊണ്ടാണ്, നൊമ്പരങ്ങളുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ വേറെ പലരും ചെയ്യുന്ന പോലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തേനെ, തൊഴിലുറപ്പിന് പോയേനേയും, അല്ലേ? തൊഴിലുണ്ടോയെന്ന് നോക്കിയേനെ, 10 പൈസ പോക്കറ്റിലുണ്ടാക്കാനുള്ള പണി എന്തെങ്കിലും ഉണ്ടോ നമ്മൾ നോക്കിയേനെ. എന്താ 10 പൈസ വേണ്ടാത്തതെന്ന്? ആ പൈസയ്ക്കൊന്നും മാറ്റാൻ പറ്റാത്ത വലിയൊരു ദുഃഖം, വേദന എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം എന്നെ ഇവിടെ എത്തിച്ചത് എന്താണ്? എന്നെ എൻ്റെ ഈശോയുടെ അടുത്തേക്ക് എത്തിച്ചത് എന്താണ്? എൻ്റെ സഹനമാണ് പ്രിയപ്പെട്ടവരെ, സഹനമാണ്, വേറൊന്നുമല്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി, ദൈവം ഞാൻ കൃപ ചോദിക്കുമ്പോൾ കൃപയല്ല കിട്ടുന്നത്, പിന്നെ എന്താ കിട്ടുന്നത്? സഹനമാണ് കിട്ടുന്നത്. പിന്നീട് ഈശോ പറഞ്ഞു, മോളെ, ഈ സഹനമാണ് നീ ചോദിക്കുന്ന കൃപ. അപ്പം സഹനം ഈക്വൽ ടു കൃപ. അപ്പം കൃപയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അത് സഹനത്തിലൂടെയേ വളരാൻ പറ്റുള്ളൂ. സഹനമില്ലാത്തൊരു ജീവിതവും കൃപയിലുള്ളതല്ല.
വചനം നോക്ക്, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാമല്ല. നമ്മളിന്ന് കുമ്പസാരത്തിനടയുമ്പോൾ നമുക്ക് കിട്ടുന്ന പാപമോചനം ഈശോയുടെ കൃപയാണ്, അല്ലേ? ആണോ? വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ഈശോ തന്നെ എൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുന്ന, അതാണ് ഇന്ന് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കൃപ. ഈശോ എൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുവാണ്. ആമേൻ, ഹല്ലേലൂയ. ഇതെല്ലാം എന്തിൻ്റെ ഫലമാണ്? ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ഫലമാണ്. ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞ് മരിച്ച് ഏറ്റെടുത്ത സഹനത്തിൻ്റെ കൃപയാണ് ഇന്ന് ഞാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും. ശരിയാണോ? 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 എൻ്റെ പേരറിയാവോ നിങ്ങൾക്ക്? അറിയാം അല്ലേ? എൻ്റെ പേരറിയാം. ഞാനൊരിക്കലും ഒരു വഴിക്കോട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ കടത്തിണ്ണെ നിന്ന് എന്നെ വിളിച്ച് കൃപാസിസ്റ്ററെ എന്ന് വിളിച്ചു. അപ്പം ഞാൻ കേട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു വേറെ എവിടെയോ ആരോ സിസ്റ്റർമാരാരോ നിൽപ്പുണ്ട്, അവരെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് നോക്കിയില്ല. ഞാൻ നോക്കണമെങ്കിൽ എന്നെ എങ്ങനെ വിളിക്കണം? സ്നേഹ സിസ്റ്ററെ എന്ന് വിളിക്കണം, എന്നാലേ ഞാൻ നോക്കുകയുള്ളൂ. അപ്പോൾ ഈ മനുഷ്യൻ പുറകോടെ വന്നിട്ട് എൻ്റെ തോളിൽ ഇങ്ങനെ തള്ളിയിട്ട് വന്നു, ഇത് സ്നേഹ സിസ്റ്ററാണോ? സ്നേഹ സിസ്റ്റർ ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് കൃപയെന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, സിസ്റ്റർ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നതാണ് ജീവിതത്തെ മുന്നോട്ട് പോരാനായിട്ട് പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അദ്ദേഹം പറയുകയാണ്, ധ്യാനത്തിന് സിസ്റ്ററിൻ്റെ അടുത്ത് വന്നപ്പോൾ ഒരുപാട് വേദനയോടെ വന്നത്, ഒരുപാട് ദുഃഖത്തോടെ വന്നത്, ശാപം കിട്ടിയൊരു ജീവിതമാണെന്ന് കരുതിയാണ് ഞാൻ വന്നത്. പക്ഷേ ആ സഹനമാണ് എൻ്റെ ജീവിതത്തിൻ്റെ കൃപയെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന സിസ്റ്റർ. അതുകൊണ്ട് ഞാൻ സിസ്റ്ററിനെ എപ്പോഴും ഓർക്കുന്ന കൃപാ സിസ്റ്റർ എന്നാണ് ഓർക്കുന്നതെന്ന് പറയും. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹനം എന്ന് പറയുന്നത് ശാപമല്ല, നാശമല്ല, ദുരിതമല്ല. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് ശാപമോ സഹനം ദുരിതമോ എന്ന് ചോദിച്ചൊരു ആർട്ടിക്കിൾ എഴുതിയായിരുന്നു. ആ ആർട്ടിക്കിൾ വായിച്ചിട്ട് ഒരു മനുഷ്യൻ എനിക്ക് ഒരു കത്തെഴുതി. അന്നൊക്കെ നമുക്ക് ഫോണിൻ്റെ ഒന്നും അതില്ലേ. ആ കത്തെഴുതി. ആ കത്തിൽ അദ്ദേഹം എഴുതിയേക്കാണ്, ആ മാസിക എൻ്റെ കയ്യിലെത്തിയത് ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ഉറച്ച് തീരുമാനമെടുത്തിരുന്ന സമയത്താന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആത്മഹത്യ ചെയ്തില്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സഹനം സ്വീകരിച്ച് കഴിയുമ്പോഴാണ് ഈ കൃപാഭിഷേകം എൻ്റെ മേൽ ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ എൻ്റെ തമ്പുരാനെ വിട്ടുപോയിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന് അന്ന് എനിക്ക് യാതൊരു ബന്ധവും അദ്ദേഹമായിട്ടില്ല. അദ്ദേഹം എന്നോട് ഇങ്ങനെ സംസാരിച്ച് വിട്ടുപോയി. അതിനുശേഷം അദ്ദേഹം ഇവിടെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറയുകയാണ്, വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്നോട് വന്ന് പറയുകയാണ്, സിസ്റ്റർ, അന്ന് മാസിക വായിച്ച് ആത്മഹത്യ ചെയ്യാതെ രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ സിസ്റ്ററിൻ്റെ അടുത്ത് സംസാരിച്ചില്ലായിരുന്നു. ആ ഞാനാണ്, ഈ ഞാനെന്ന് പറഞ്ഞ് അദ്ദേഹം ഇവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ടോ? ജീവിതം എത്രത്തോളം മുന്നോട്ട് പോരാനായിട്ട് ശക്തിയായി തീരുകയാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ഉൾപ്പൊരുള് മനസ്സിലാകുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ ഇത് എന്തൊരു ശാപമാണ്, ഇതെന്തൊരു നാശമാണ്, ഇതെന്തൊരു ദുരിതമാണ്, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, ജീവിതത്തിന് വല്ല അർത്ഥമുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അതുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറയണം. നമുക്ക് കിട്ടിയ സഹനങ്ങൾ തന്നെയാണ് ഇന്ന് ഈശോയോട് കൂടെ മുന്നോട്ട് പോകാനുള്ള കൃപയായി തീർന്നിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആർക്കെങ്കിലും സിസ്റ്റർ പറഞ്ഞ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? പറ്റിയല്ല. സഹനമില്ലായിരുന്നെങ്കിൽ വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. പിന്നെന്താണ്? സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. എല്ലാവരും ദൈവത്തിന് സ്വീകാര്യരാണ്, പക്ഷെ ചിലരെ ദൈവത്തിന് കൂടുതൽ സ്വീകാര്യരാണ്. നമ്മൾ ദൈവത്തിന് കൂടുതൽ സ്വീകാര്യരാണെന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? സഹനത്തിൻ്റെ ആ നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തോന്നുന്നില്ലേ നമ്മളെയൊക്കെ മറിയത്തെ വിളിച്ചതുപോലെ വിളിക്കാമെന്നും? പരിശുദ്ധ അമ്മയെ ഹെബ്രിയർ ദൈവദൂതൻ വിളിച്ചതുപോലെ നമ്മളെയൊക്കെ വിളിക്കാൻ പറ്റും. അതിനുള്ള യോഗ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ആരും മിണ്ടുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹനത്തിലൂടെ, വേദനയിലൂടെ, എല്ലാം നഷ്ടപ്പെടലുകളുടെ, ഒന്നും നേടിയെടുക്കാൻ പറ്റാത്തതിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ ദൈവം കൃപയുള്ള മനുഷ്യരാക്കി മാറ്റുകയാണ്. അത് ദൈവത്തിന് എന്തോ പ്ലാനുണ്ട്, ദൈവത്തിൻ്റെ എന്തോ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. ദൈവം എന്തോ നമ്മളിലൂടെ നിർവഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ
2-ാം ലേഖനത്തിൽ 12:7 പറയുന്നത്, എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധിക സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് വേദനയ്ക്ക് കാരണമാകുന്ന ഏത് ബലഹീനതകളെയും ഓർത്ത് ദൈവത്തിൽ സന്തോഷിക്കാനാണ് പറയുന്നത്. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ എനിക്കൊരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിന് മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ തന്നെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഏത് ബലഹീനതകളും തമ്പുരാൻ അറിയാം. നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങൾ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഞായറാഴ്ച വൈകിട്ട് നൈറ്റ് വിജിലോടുകൂടിയാണ് നമ്മുടെ ഒരാഴ്ചത്തെ ശുശ്രൂഷ ഞങ്ങൾ ആരംഭിക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ നൈറ്റ് വിജിൽ നടത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബ്രദർ പറയുകയാണ്, സിസ്റ്റർ കാല് തന്നെ വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ കർത്താവ് മെസ്സേജ് തരുന്നുണ്ട്. അപ്പം ഞാൻ അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ കാല് തന്നെ വീഴാൻ തുടങ്ങുകയാണ്. അതും വളരെ അപകടകരമായ രീതിയിൽ വീഴുകയാണ്. പക്ഷേ എനിക്കൊന്നും സംഭവിച്ചില്ല. അതിൽ എന്നെ സ്പർശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് കാല് തെറ്റി വീഴാൻ തുടങ്ങുന്നത് പോലും അറിയുന്ന ഒരു ദൈവം. ശരിയാണോ? ആണോ? ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ, എൻ്റെ കാലൊന്ന് തെറ്റുന്നതേ ഉള്ളൂ, ചിലപ്പോൾ ഒന്ന് വീണേക്കാം, എന്തെങ്കിലും ഒന്ന് പറ്റിയേക്കാം. അവിടെ പോലും അതുപോലും അറിയുന്ന ദൈവം, അതുപോലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടവരാതെ ജാഗ്രതയോടെ നടക്കാനുള്ള ഒരു മെസ്സേജ് തരുന്ന ഒരു ദൈവം. ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഇടവക പള്ളിയിൽ കുട്ടികളുടെ ധ്യാനത്തിന് വേണ്ടിയിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ പരിചയമുള്ള പലരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇത് ആ വ്യക്തിയാണോ എന്ന് ഞാനിങ്ങനെ ഒന്ന് സംശയിച്ചു. കാരണം എനിക്ക് ആ വ്യക്തിയെ നാളുകളായിട്ടറിയാം, വളരെ പരിചയമുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് മിണ്ടാനായിട്ട് അങ്ങ് തോന്നുന്നില്ല, ആ വ്യക്തി ആണോ അല്ലയോ എന്നൊക്കെ ഓർത്തു. അപ്പം അദ്ദേഹവും മിണ്ടാതെ നിൽക്കുവാണ്. അത് ഇച്ചിരി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്തോ മിണ്ടിയപ്പം എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ മനസ്സിലായി, ഞാൻ മനസ്സിൽ കണ്ട ആ ആൾ തന്നെയാണ് ഈ ആൾ. പക്ഷേ എങ്കിലും ഉറപ്പ് വരാത്തതുകൊണ്ട് ഞാൻ അല്പം മാറി നിന്നിച്ചിട്ട് വേറൊരാളോട് ചോദിച്ചു. ഈ പേര് ചോദിച്ചു, ഇന്ന സാറാണോ ഇത്? അതെ. ഞാൻ ചോദിച്ചാൽ, ഇന്ന സാർ ഇങ്ങനെ ആയിപ്പോയേ? അപ്പം ഞാൻ പെട്ടെന്ന് സാറിൻ്റെ അടുത്തോട്ട് തന്നെ ചെന്നിച്ച് ഞാൻ ചോദിച്ചു, സാറേ, എനിക്ക് മനസ്സിലായില്ല കേട്ടോ, അതാ ഞാൻ മിണ്ടാതിരുന്നത്. പക്ഷെ സ്വരം കേട്ടപ്പോഴെനിക്ക് സാറാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. എന്താ സംഭവം എന്നറിയോ പ്രിയപ്പെട്ടവരെ? ആ ശരീരത്തിലുള്ള ഒരു അലർജിയുടെ രോഗം അദ്ദേഹത്തിന് വന്നിട്ട് ശരീരത്തിലുണ്ടായിരുന്ന മുഴുവൻ രോമങ്ങളും ശരീരത്തിൽ നിന്ന് പോയി. തലയിലൊരു മുടിയില്ല, കൺപോളയില്ല, ശരീരത്തിൽ ഒരിടത്തും ഒരു രോമക്കുത്തിൽ ഒരു പൂടയില്ല. അദ്ദേഹം ആളാകെ മാറിപ്പോയി. കണ്ടാൽ നമുക്കറിയാൻ പറ്റിയല്ല. അപ്പം ഞാനൊക്കെ നമ്മളാക്കി മാറ്റുന്നതിൻ്റെ പുറകിൽ ഓരോ രോമക്കുത്തിന് പോലും പങ്കുണ്ട്. നമ്മുടെ ഐഡൻറ്റിറ്റി ദൈവം കാത്തു സൂക്ഷിക്കുന്നത്, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ വ്യക്തിത്വം, അതൊക്കെ ദൈവം എങ്ങനെയാണ് വ്യത്യസ്തമായ രീതി കോടാനുകൂടി മനുഷ്യർ ഈ ലോകത്തിലുണ്ടെങ്കിലും നമ്മളെ ഓരോ മനുഷ്യനെയും വ്യത്യസ്തരാക്കി നിർത്തിയിരിക്കുക. നമ്മുടെ ഷെയ്പ്പ് പോകുന്നു അല്ലേ? ഈ പിരികത്തിൻ്റെ കൂടെ പോയി കഴിയുമ്പോൾ ഷെയ്പ്പ് മാറുന്നില്ലേ? കൺപോള പോയി കഴിയുമ്പോൾ അദ്ദേഹം പറയാം, കൺപോള പോയതുകൊണ്ട് കണ്ണിലെന്തെങ്കിലും കരട് വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ വളരെയധികം ശ്രദ്ധിക്കുകയാണ്. എന്താ ദൈവത്തിൻ്റെ ആ പരിപാലനയും സംരക്ഷണം! എത്രയോ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഒരു രോമക്കുത്ത് പോലും ഒരു രോമം പോലും പിടിച്ചു വെച്ചിട്ട് എന്ത് പറയണം? ഈ രോമത്തിന് പോലും ദൈവത്തിന് നന്ദി എന്ന് പറയണം. നമ്മളിത് വല്ലതും അറിയുന്നുണ്ടോ? അല്ലേ? ഒന്നും അറിയുന്നില്ല. നമ്മളങ്ങ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുക. ഉള്ളതൊന്നും നമ്മൾ ഓർക്കുന്നില്ല, നന്ദി പറയുന്നില്ല. ഇല്ലാത്ത എന്തിനൊക്കെയോ വേണ്ടി ഇങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഉള്ളതിന് നന്ദി പറ, അപ്പം ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വചന ശുശ്രൂഷയിൽ നിന്ന് ആരാധനാ ശുശ്രൂഷയിലേക്ക് കിടക്കാം. അതുകൊണ്ടാണ് പൗലോസ്ലീഹയുടെ ഒക്കെ ഉള്ളിലുള്ള ആ വലിയ ബോധ്യത്തിൽ നിന്നാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല, നേരെ മറിച്ച് എല്ലാവരെയും കൂടുതൽ ഞാൻ അധ്വാനിച്ചു. എനിക്ക് ഈ വചനം ഭയങ്കര ഇഷ്ടമാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ടോ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ ഞാൻ നിഷ്ഫലമാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദൈവം എനിക്ക് തന്ന സഹനങ്ങളൊന്നും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല, എല്ലാം കൃപയാക്കി ഞാൻ മാറ്റി.
അതിന് കുറേ കാര്യങ്ങൾ പങ്കുവച്ചാലേ എങ്ങനെയാണ് സഹനങ്ങളെ കൃപകളാക്കി മാറ്റേണ്ടതെന്ന് പറയാൻ പറ്റുള്ളൂ. അത് ഇന്ന് എനിക്ക് പറയാൻ സമയമില്ല, അത് പിന്നീട് ഒരിക്കൽ പറഞ്ഞു തരാം. സഹനങ്ങളെ എങ്ങനെയാണ് കൃപകളാക്കി മാറ്റേണ്ടത് അറിയണ്ടേ? അറിയണോ? അറിയണം. സാമ്പാർ എങ്ങനെ വെക്കുന്നതെന്ന് അറിഞ്ഞാലല്ല സാമ്പാർ വെക്കാൻ പറ്റുള്ളൂ. അവിയൽ എങ്ങനെ വെക്കുന്നതെന്ന് അറിഞ്ഞാലല്ല അവിയൽ വെക്കാൻ പറ്റുള്ളൂ, അല്ലേ വെക്കാൻ പറ്റിയല്ല. ഇതുപോലെ നമുക്ക് നമ്മുടെ സഹനങ്ങൾ ഒരിക്കലും ശാപമല്ല, ദുരിതമല്ല, നാശമല്ല, ദൈവം കൈവിട്ടതിൻ്റെ അടയാളമല്ല, ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ അടയാളമാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ അടയാളമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയുടെ അടയാളമാണ്. ആമേൻ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇനി നമ്മൾ കേട്ട വചനമൊക്കെ ജീവിക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്നാലോ?